ടീച്ചേ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഐഡോളാണ് ചെയ്യാൻ പോകുന്നത്, ബേബി ജീസസിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പ് കോൾപോസ്റ്റലിൻ ക്ലേ വെച്ചിട്ട് ഒന്ന് ചെയ്തതാണ്, കുറച്ച് നാൾ മുമ്പ് 2020 ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് തവണ നമ്മൾ കുറച്ചുകൂടെ വലുതാക്കി പേപ്പർ ക്ലേയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചെയ്യുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നേരത്തെ അതുപോലെയല്ല. ഔട്ട്കം ഏകദേശം സിമിലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്. രണ്ട് വ്യത്യസ്ത ക്ലേ ആണ്. സോ അതുകൊണ്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ സ്കൾപ്റ്റിംഗ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാട്ടോ, ഒരുപാട് നേരമൊന്നും സംസാരിച്ച് ബുദ്ധിമുട്ടിക്കത്തില്ല. അതെൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവമാണ്. അത് ഞാൻ ആദ്യം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ, അത് ആദ്യമേ പറയുന്നുണ്ട്. ആരെങ്കിലും ആ വീഡിയോ അത് പറഞ്ഞ ആൾക്കാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹേർട്ടൊന്നും ആവരുത്. പക്ഷേ എനിക്കതൊരു ചെറിയ വിഷമമുണ്ടായ ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഡേ സ്പെഷ്യലായിട്ട് ഒരു സാധനം ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന സ്കൾപ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ദിവസം പോസ്റ്റ് ചെയ്യണം വിചാരിച്ചാലും ചിലപ്പോൾ ആ ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും കാരണം കൊണ്ട് അതിനെന്തെങ്കിലും എനിക്ക് വേണിയോ അല്ലെങ്കിൽ എഡിറ്റിങ് തീരാതെയോ ഒക്കെ വരാറുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഒരു ബാഡിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും. പിറ്റേ ദിവസം വ്യൂ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, കാണുന്ന കുറച്ച് പേര് ഒന്നോ രണ്ടോ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് മതി. പക്ഷെ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാൻ 2-3 വീഡിയോ ക്രിസ്മസിന് മുമ്പ് പോസ്റ്റ് ചെയ്തത്, അതൊന്നും വലിയ കാര്യത്തിൽ വ്യൂ ഒന്നും കിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ, സ്വാഭാവികം. പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ ചെയ്ത എൻ്റെ സാന്റാക്ലോസിൻ്റെ സ്പൺ കോട്ടൺ ആർട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് 1-2 നല്ല കാര്യം ഒരു അപ്രിസിയേഷൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്ന 1-2 കമൻ്റ് ഒക്കെ എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കി. കാരണം സാന്റാക്ലോസിന് ഇപ്പോഴാണ് സ്കൾപ്റ്റ് ചെയ്ത് ഇടുന്നത്, അത് ക്രിസ്മസിന് മുമ്പ് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു വിഷമമായി പോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇങ്ങനെ വൈകാനുള്ള കാരണം, പക്ഷെ നിങ്ങൾ വീഡിയോ കാണാതെ എന്നെ ഇങ്ങനെ വിഷമാക്കി. എനിക്ക് ഭയങ്കര വിഷമായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ജഡ്ജ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആരോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത്, ഞാൻ റിപ്ലൈ ആയിട്ട് പറയണത് ദേഷ്യമായിട്ട് പറയണമൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യക്ക് വിഷമമായപ്പോൾ ഞാൻ ആ കാര്യം റിപ്ലൈ തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങളൊരു കമൻറ്റ് ഇടുവാണെങ്കിൽ നമ്മളും ചിലപ്പോൾ പ്രതികരിച്ച് പോകില്ല. ചിലപ്പോൾ നമുക്ക് വിഷമായി. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല പറഞ്ഞത്. സോ അവരങ്ങനെ എടുത്തു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബേബി ജീസസിൻ്റെ ഈ ഒരു പ്രതിമ നിങ്ങൾ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ എടുക്കണം എന്നില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ ഇട്ടു, അത് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കാണുക. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ക്രിസ്മസിന് ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അടുത്ത ക്രിസ്മസിനായിരിക്കും ആൾക്കാർ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും ചെയ്യണ ഒരു വീഡിയോ പോലെ തന്നെ എല്ലാ വീഡിയോയും, അല്ലാതെ ഒരു ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്നാണ് എൻ്റെ വീഡിയോ ആൾക്കാർ കാണുന്നതെന്ന് അറിയില്ല. ഞാനൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഇതൊക്കെ നമുക്ക് ബോധ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ചില സമയത്തെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല റീസൺ കൊണ്ടും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. മനഃപൂർവ്വമല്ല, ആരോടും ദേഷ്യമില്ല. അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിൽ ദേഷ്യമൊന്നും വെച്ചേക്കരുത് കേട്ടോ. അടുത്തൊരു വർഷം വരാൻ പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയുന്നേ ഉള്ളൂ. അന്ന് കമൻ്റ് ഇട്ട ആൾക്കാരൊന്നും ഇപ്പം ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവുമായിരിക്കും. സോ ഏതായാലും ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ കുട്ടി ജീസസിൻ്റെ സ്കൾപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ എടുത്തിട്ടുള്ള ബേസ് ഇതുപോലെ ഒരു പേപ്പർ കണ്ടെയ്നറിൻ്റെ ഒരു അടപ്പാണ് കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ പ്ലാസ്റ്റിക് അടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം മതിയാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഐഡോളിൽ നമ്മൾ ക്ലേ തന്നെ പരത്തിയിട്ട് ഒരു ഇത്തിരി കുഴിച്ച് വെച്ചിട്ട് ഉണക്കിയെടുക്കുക ചെയ്തത്. ഇതിപ്പോൾ കുറച്ച് വലിയതായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ലിഡ് എടുത്തു എന്ന് മാത്രം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ബലവും കിട്ടും. പിന്നെ ക്ലേ മാത്രം ബേസ് വയ്ക്കുകയാണെങ്കിൽ കുറേ നേരം വേണമല്ലോ ഉണങ്ങാൻ. പിന്നെ കുറേ വലുതാവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പ് ക്ലേ മാത്രം വെച്ച് ഹോൾഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് വേസ്റ്റായിട്ട് ലിഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കാണുമല്ലോ. പല ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൻ്റെ ആണെങ്കിലും അടപ്പ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാം. ഞാനിവിടെ പേപ്പറിൻ്റെ അടപ്പ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പർ ക്ലേ എടുത്തിട്ട് ഇതിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച്
കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് ക്ലേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും. അത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ വശങ്ങളിലും ഇതുപോലെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്കൾപ്ചറിൽ ഞാൻ ഉണ്ടാക്കിയ പലതരം പേപ്പർ ക്ലേയുടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ ഇവിടെ. ബേസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഗ്ലൂ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ പേപ്പർ ക്ലേ ഇല്ലേ, അതാണ്. ബേസ് ഉണ്ടാക്കാൻ അതന്നെ ധാരാളമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടാക്കിയതും ഉണ്ട്, ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതും ഉണ്ട്. ഇപ്പം ഞാൻ വയ്ക്കുന്ന ലെയറിൽ അത് നമ്മൾ ജീസസിനെ കിടത്തുന്നത് കുറച്ച് വൈക്കോലിൻ്റെ ഒരു എഫക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ആ വൈക്കോലിൻ്റെ എഫക്റ്റ് കൊടുക്കാനാണ്. പേപ്പർ ക്ലേ വെച്ചിട്ട് ഓരോ നാര് പോലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പാച്ചായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഇംപ്രഷനൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് തുണി വിരിച്ചിടുന്ന പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാൾപുട്ടിയും കുറച്ച് ഫെവിക്കോളും പിന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ അധികം കട്ടില്ലാത്ത കോട്ടൺ ക്ലോത്ത് മുക്കിയെടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട പോലെ കുട്ടീനെ കിടത്താനുള്ള ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിടുന്ന പോലെ ചുളുക്കിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു ഷേപ്പിൽ. എന്നിട്ട് നമ്മൾ അത് ഉണക്കാൻ വയ്ക്കുക. വെയിലത്ത് വെച്ചോളൂ കേട്ടോ. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഐഡോളിൻ്റെ ബോഡി സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനൊരു വേണ്ടിയിട്ട് ഒരു ബേസായിട്ട് അലുമിനിയം ഫോയിൽ ചുരുട്ടി ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ബോഡിയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഇത് നമ്മൾ പല വീഡിയോയിലും ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കാവുന്നതാണ്. ആ എല്ലാ സ്റ്റെപ്പും നമുക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിലത് കാണിക്കാത്തത്. ആദ്യം തന്നെ നമുക്ക് മിഡിൽ പോർഷനാണ്, ബോഡിയുടെ മിഡിൽ പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ സ്കൾപ്റ്റിങ്ങും നമ്മൾ ഗ്ലൂവും കൂടെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയ പേപ്പർ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് കുറച്ചും കൂടെ ഫൈനാണ്, കുറച്ചും കൂടെ സ്മൂത്ത് ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്ട്രോങ്ങും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇനിയാകുമ്പോൾ നമുക്ക് ചെറിയ ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേപ്പർ ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊടുക്കുന്നു അത്രത്തോളം ഫൈനായിട്ടുള്ള പേപ്പർ ക്ലേ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പേപ്പർ ക്ലേയുടെ മേക്കിംഗ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കെല്ലാം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അത് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പേപ്പർ ക്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള എൻ്റെ ഒരു വെർഷൻ. ആൻഡ് ഇപ്പോൾ നമ്മൾ ഒരു മിഡിൽ പോർഷനും പിന്നെ കാലിൻ്റെ പോർഷനും ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഫേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പേപ്പർ ക്ലേ അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒന്ന് ഉണങ്ങിയെടുക്കണം. കുറച്ചൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് അടുത്ത ലെയർ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ പതുക്കെ ചെയ്യുകയാണെങ്കിൽ ഏതൊരു വർക്കും നമ്മൾ കുറച്ച് സമയം എടുത്ത് പതുക്കെ ക്ഷമയോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. സോ അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ ഡീറ്റെയിലിംഗ് എല്ലാം കുറച്ച് ഉണക്കി കുറച്ച് സമയം ഉണക്കി അതിന് ശേഷമൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബേസിക് ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ആ ഒരു നെറ്റിയുടെ ഭാഗമൊക്കെ ഒന്ന് ഉയർത്തി പിന്നെ നോസ് സ്കൾപ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോരോ പടിപടിയായിട്ട് നമുക്ക് ചെയ്തു പോവാം. അപ്പോൾ നോസൊക്കെ കുറച്ച് ഷാർപ്പാക്കിയിട്ട് സാധാരണഗതിയിൽ റോമൻ സ്റ്റൈലിലാണ് ജീസസിൻ്റെ ഒരു രൂപം കണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടും റോമൻ സ്റ്റൈൽ, പല സ്റ്റൈലുണ്ട്, കൂടുതലായിട്ട് സ്കൾപ്ചേഴ്സൊക്കെ കുറച്ചും കൂടെ റോമൻ സ്റ്റൈലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അത് വേറൊരു സ്റ്റൈലായിട്ട് പോകും. കാരണം നമ്മൾ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നോസ് സ്കൾപ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതിങ്ങനെ കുഞ്ഞ് ഫേസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ഉള്ള ഒരു ക്ലാരിറ്റിയിൽ ഇത് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അത് വേറെ ആരുടെയും കുറ്റം കൊണ്ടല്ല, എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. എൻ്റെ കയ്യിൽ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയിൽ കാണിക്കാൻ പറ്റുന്ന അതിനൊരു പരിധിയുണ്ട്. എനിക്ക് അത്രയും ചെറിയ ഡീറ്റെയിലിംഗ് എല്ലാം കാണിക്കാൻ അത്രയും ക്വാളിറ്റിയുള്ള അത്രയും ക്ലാരിറ്റിയുള്ള ക്യാമറയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇത്രേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു സ്കൾപ്റ്റിങ് ഒരു വലിയ ഫേസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ
എപ്പോഴും ഒരു ബേബിയുടെ ഫേസൊക്കെ ചെയ്യുന്ന സമയത്ത് കവിളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇച്ചിരി കൂടെ ഒരു പഫി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലേയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, പല പല ലെയർ ആയിട്ടാണ് നമ്മൾ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് നമുക്ക് കണ്ണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് എടുക്കാം. കണ്ണിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ചെറിയ ഫേസ് ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇതുപോലെ ഫോക്കസ് പോവുക, അതുപോലെ പല ആംഗിളിൽ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പാട് പെടാറുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത്. കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് കൈകളും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബോഡിയും കാലുകളും അതുപോലെ തലയും കൂടെ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് കമ്പി ഇൻസേർട്ട് ചെയ്യാം. കൈകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ബാക്കി കാലുകളൊക്കെ നമുക്ക് ഒരു പൊസിഷനിൽ വെക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യമേ ഒരു കമ്പി വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലുകളുടെ ബാക്കി ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് ഫിംഗേഴ്സ് എല്ലാം സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കാലിലെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഓരോരോ ഭാഗത്തും ക്ലേ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് ഉണക്കിയിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആർമേച്ചർ ഉണ്ടാക്കിയതിന് ശേഷം ബോഡി സ്കൾപ്റ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്, നമ്മൾ ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടല്ലേ ചെയ്യണേ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുക. ഞാൻ പിന്നെ കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേ. അതുമാത്രമല്ല, നമ്മൾ സയൻറ്റിഫിക്കലി ആർട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല രീതിയിലൊക്കെ ആണ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഐഡിയോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ ഐഡിയോൾ കോൾപോസിലിൽ വെച്ച് ചെയ്തത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പലരും ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. പിന്നെ ചില ചാനലിൽ ഞാൻ അത് തന്നെ ഇൻസ്പയർ ചെയ്തിട്ട് വേറെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു 4 പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുമ്പം അതിലൊരു സന്തോഷമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചില, നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു സയൻറ്റിഫിക്കലി അല്ല ചെയ്യുന്നതെന്ന് തോന്നിയാലും വളരെ വിയർഡായിട്ട് തോന്നിയാലും ഐ ജസ്റ്റ് ലവ് ദാറ്റ്. അതായത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണല്ലോ ഞാൻ ചെയ്യുന്നത്. യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യുന്നില്ലേ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ആർമേച്ചർ ഉപയോഗിച്ചിട്ടും ഡോൾ ചെയ്തിട്ടുണ്ട്, വലിയ ഡോൾസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഐഡോൾസിനൊന്നും അതിൻ്റെ ആവശ്യം ഇല്ല എന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേ. ഇപ്പം നമ്മൾ 2 കാലുകളും നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമ്പി മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രോങ് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫെവിക്കോളിൻ്റെ ഓൾ ഫിക്സ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് സിമിലർ വൺ, ഏകദേശം സിമിലർ കോമ്പോസിഷനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളിൻ്റെ തന്നെ SR എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലൂ ഉണ്ട്, അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബാക്കി ഭാഗത്ത് ആ വിട വരുന്ന ഭാഗത്തെല്ലാം ക്ലേ വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കൈകളും ചെയ്തെടുത്തിട്ടുണ്ട്. കൈകളും ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗത്ത് നമുക്കിതുപോലെ ക്ലേ വെച്ചിട്ട് അവിടുത്തെ ഷേപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ വീണ്ടും ഉണക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ജീസസിൻ്റെ ഒരു പോസ്ചർ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊക്കെ ഓരോ പാർട്സും ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് അങ്ങനെ കിടക്കുന്ന ആ ഒരു പൊസിഷൻ നിങ്ങൾ കറക്റ്റാക്കി വെച്ചിട്ട് ഇടയിലുള്ള ഭാഗം ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഷേപ്പിൽ തന്നെ ഇരിക്കുള്ളൂ. പേപ്പർ ക്ലേ ഉപയോഗിക്കുകയാണെങ്കിലാണ്, കോൾപോസിലിൻ വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ തന്നെ കാണുക. അതിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല അതിന്. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുതാക്കി ചെയ്തത് കൊണ്ട് എന്തുകൊണ്ട് മറ്റേ ക്ലേ ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു തോട്ട് വന്നപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി വലുതായി ചെയ്തപ്പോൾ പേപ്പർ ക്ലേ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനിയിപ്പോൾ നമുക്ക് ഹെയറും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഹെയർ കുറച്ച് കേളി ആയിട്ടുള്ള രീതിയിലൊക്കെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. എന്നിട്ട് അത് ഉണക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെഡും കൂടെ ഇപ്പം ഫിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ അവസാനം ഫോട്ടോ എടുക്കുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന എൻ്റെ ഒരു രീതിയാണ്. സോ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഫിക്സ് ചെയ്യാറുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ജീസസിൻ്റെ ചുറ്റുമായിട്ട്, ആര്യയുടെ ചുറ്റുമായിട്ട് കുറച്ച് ക്ലോത്ത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം.
എല്ലാ ഭാഗവും നന്നായി ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ടായിട്ട് ഞാനിവിടെ സിമെൻറ്റ് പ്രൈമർ അല്ലെങ്കിൽ വോൾ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്യണമെന്നില്ല കേട്ടോ, ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ അങ്ങനെയും കൂടെ ചെയ്യാറുണ്ട്. എനിക്ക് വൈറ്റ് കളർ കുറച്ച് ലാഭിക്കണം, പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു മാറ്റ് ഫിനിഷ് കിട്ടണം എല്ലാ ഐഡോളിനും. എനിക്ക് മാറ്റ് ഫിനിഷാണ് ഗ്ലോസി ഫിനിഷിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടം. അതായത് ഹ്യൂമൻ ഫിഗറിനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നു. ഒരുപാട് ഗ്ലോസി ഫിനിഷ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കണം. അപ്പോൾ ഉണക്കിയെടുക്കുമ്പോഴും ഫുള്ളായിട്ട് വൈറ്റൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ആ വൈക്കോലിൻ്റെ കളർ കൊടുക്കുക. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള കളർ ആദ്യം കൊടുക്കാം. വൈക്കോൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇതൊരു ഡാർക്കിഷ് ആയിട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പലതരത്തിലുള്ള പുല്ലുകളുടെ പലത് ആ ഒരു ലൈറ്റായിട്ടുള്ള കളറ് വേണ്ട വിചാരിച്ചിട്ട് കുറച്ച് ഡാർക്കായിട്ട് തന്നെ ഇത്തവണ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കളറ് പറയാം. മെയിനായിട്ട് യെല്ലോ ഒക്കെ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്രിംസൺ, ഒരു പൊടിക്ക് ക്രിംസൺ, പിന്നെ കുറച്ച് ഗോൾഡൻ യെല്ലോ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ്. ഇത്രയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ കളർ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ അനുസരിച്ച് ഓരോ കളറിൻ്റെയും കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ഞാനിവിടെ എഴുതി കൊടുത്തേക്കാം കേട്ടോ ഏതൊക്കെ കളറാണെന്നുള്ളത്. ഇനി അതിന് ശേഷം നമ്മൾ സ്കിൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, ബോഡിയൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ കളറാണ് മിക്സ് ചെയ്യുന്നതെന്നോ. ഇനിയിപ്പോൾ ഞാനത് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പ്രത്യേകിച്ചും വീഡിയോ സെപ്പറേറ്റ് 3 സ്കിൻ ടോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തതാണ്. പലരും കണ്ട് കാണുമല്ലേ, എന്നാലും പറയാമല്ലേ, ഇനി ആ വീഡിയോ ഒക്കെ കണ്ട് ബുദ്ധിമുട്ടല്ലേ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് വൈറ്റ്, യെല്ലോ എടുക്കണം, ക്രിംസൺ എടുക്കണം, പിന്നെ കുറച്ച് ബേൺ സിയന, പിന്നെ കുറച്ച് ബ്ലൂവോ ഗ്രീനോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ മിക്സിംഗ് ഒക്കെ എത്ര പ്രൊപ്പോർഷൻ എത്ര വേണം, എത്ര മിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. വ്യൂ കിട്ടാൻ വേണ്ടി പറയണമല്ല, ഇവിടെ എല്ലാം കൂടെ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് മനസ്സിലാവുമെന്ന്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്കിൻ കളർ കിട്ടും. എന്നിട്ട് അതിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റും പിന്നെ ബേബിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി റെഡും കൂടെ കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് കറക്റ്റായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഹെയറിനും കളർ കൊടുത്തിട്ടുണ്ട്. ബേസ് കോട്ടായിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡാർക്ക് ബ്രൗൺ ആക്കും കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ഈ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഇത്രയും കൂടെ ഡാർക്ക് ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കണ്ണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ ഐസാണ് ഉദ്ദേശിക്കുന്നത്, ഡാർക്ക് ബ്ലൂ ഐസാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലൂ കളറ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നടുക്കായിട്ട് നമുക്ക് ഡാർക്കായിട്ട് ബ്ലാക്ക് ഡോട്ട് കൊടുക്കാം കൃഷ്ണമണിക്ക് വേണ്ടിയിട്ട്. പിന്നെ സൈഡെല്ലാം നമ്മളിതുപോലെ വൈറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നു. പിന്നെ സൈഡിലൊക്കെ കുറച്ച് പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കിയും കൂടെ എടുക്കാം കേട്ടോ. ലാസ്റ്റ് 2 വൈറ്റ് ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ ഐഡോളിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ടും ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ബേസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേസിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബോഡി ഒരു ബേസിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല, വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ബേബി ജീസസിൻ്റെ ഈ വർഷം നമ്മൾ ചെയ്ത ഈ ഒരു ഐഡോള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത ബേബി ജീസസിൻ്റെ ആ ഒരു ഐഡലുമായിട്ട് ലുക്കിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും മേക്കിങ്ങിൽ ഒത്തിരി അധികം ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ പുതിയൊരു വർഷം വരാൻ പോവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഐ വിഷ് യു വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, thank you for watching. Cheers.